പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സർവ്വസൈന്യങ്ങളുടെയും കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി നേടിയ വിജയങ്ങളെ ഓർത്ത് നമുക്ക് ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതകളിലൂടെയും എളിയ അവസ്ഥകളിലൂടെയും ദൈവം എങ്ങനെയാണ് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് യൂദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്സഹായതയുടെയും ഭയത്തിൻ്റെയും നടുവിലും വിജയം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യൂദത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക, ആരാധനയുടെ വിഷയമാക്കുക. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ അവളെ പ്രശംസിച്ചു പറഞ്ഞു, നീയാണ് ജെറുസലേമിൻ്റെ ഉന്നതി, നീയാണ് ഇസ്രായേലിൻ്റെ മഹത്തായ മഹത്വം, നീയാണ് നമ്മുടെ ജനതയുടെ മഹാ അഭിമാനം. യൂദിത്ത് എന്ന ധീരവനിത ഹോളോഹർണസിൻ്റെ ഭീഷണിയെ അതിജീവിച്ച് വിജയം നേടിയ ശേഷം ഇസ്രായേൽ ജനത അവളെ പ്രശംസിച്ചുകൊണ്ട് മൊഴിഞ്ഞ വാക്കുകളാണ് യൂദത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ശ്രവിച്ചത്. ഈ പ്രശംസ യൂദത്തിന് ലഭിക്കുമ്പോഴും അവളത് ദൈവത്തിനു സമർപ്പിക്കുകയാണ്. ഈ വചനത്തിൽ നമ്മുടെ ജീവിതത്തിനായുള്ള രണ്ട് മഹത്തായ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ബലഹീനതയിൽ മഹത്വം നൽകുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കണം. യൂദിത്ത് ഒരു സൈനാധിപനോ ശക്തനായ ഭരണാധികാരിയോ ആയിരുന്നില്ല. യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തൊരു സ്ത്രീ. എന്നാൽ ദൈവം അവളെ തൻ്റെ കരങ്ങളിലെ ആയുധമാക്കി എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയെ ഇല്ലാതാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു എളിയ ഉപകരണത്തെയാണ്. ഒരുപക്ഷെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ബലഹീനരാണ് നമുക്ക് തോന്നുന്നുണ്ടാവും. നമ്മുടെ സാഹചര്യങ്ങൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്നുണ്ടാവും. എങ്കിൽ ഓർക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും എളിയ അവസ്ഥയിൽ നിന്നാണ് ദൈവം മഹത്തായ വിജയം കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ വിശ്വസ്തതയാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. നമ്മുടെ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത വളരെ പരിപൂർണമായിരിക്കണം. നിങ്ങൾ നിസ്സാരരല്ല എന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉപകരണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നിസ്സാരരല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. രണ്ടാമത്, സമൂഹത്തിന് ഉന്നതി നൽകുക എന്നുള്ളതാണ്. നീയാണ് ജെറുസലേമിൻ്റെ പുത്രി, ഇസ്രായേലിൻ്റെ മഹത്വം. നമ്മുടെ വിശ്വാസ ജീവിതം വ്യക്തിപരമായി അല്ലെങ്കിൽ വ്യക്തിഗതമായി മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. അത് സമൂഹമാന്യം കൂടിയുണ്ട്. ഒരു വ്യക്തിപരമായ ഒരു തലം മാത്രമല്ല, ഒരു സാമൂഹിക തലം കൂടി നമ്മുടെ ജീവിതത്തിനുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അത് സമൂഹത്തിനായി സമർപ്പിക്കാൻ സാധിക്കണം. യൂദിത്ത് തൻ്റെ പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് മുഴുവൻ അഭിമാനമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക് ഒരു ഉന്നതിയാകാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ദൈവം അത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിൻ്റെ സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിന്, നിൻ്റെ സഭയ്ക്ക്, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ ഒരു ഉന്നതിയാകാൻ തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. തമ്പുരാൻ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് വിശ്വസ്തരാകുമ്പോൾ, നാം എല്ലാവരും ക്രിസ്തുവിനോട് വിശ്വസ്തരാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കത് പ്രത്യാശയുടെയും അഭിമാനത്തിൻ്റെയും കാരണമായി മാറുന്നു. നമ്മുടെ നല്ല സാക്ഷ്യം ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. അതിനാൽ നമുക്ക് ഭയപ്പെടാതെ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളാണ് ദൈവത്തിൻ്റെ മഹത്വം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്,
അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിലൂടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് പറയുക, ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലൂടെയാണ് മഹത്വം എടുക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നത്, അത് നീ എടുക്കാനായിട്ട് ഞങ്ങൾ പൂർണ്ണമായി വിട്ടുതരുന്നു. യൂദത്തിനെ പോലെ ധീരമായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവെ, എന്നിലൂടെ അങ്ങ് മഹത്വപ്പെടണമേ എന്ന ദിവസം നമുക്ക് മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കാം. നമ്മിലൂടെ മഹത്വം എടുക്കുന്ന ദൈവത്തിനായി വിവിധ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മാർഗമായ രോഗങ്ങൾ, ദുശീലങ്ങൾ, കടങ്ങൾ, അനീതികൾ എന്നെല്ലാം ഇവയോടെല്ലാം ധീരമായി പോരാടാൻ ആവശ്യമായ ഒരു ശക്തി, വിശ്വാസം നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന കാര്യം ഇതാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭീഷണിയായി ഉയർന്നിളക്കുന്ന ദുശീലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്, അനീതികളുണ്ട്. ഇവയോടെല്ലാം ഒരു ധീരമായ പോരാടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, രാഷ്ട്രത്തിൽ അങ്ങയുടെ മഹത്വം പ്രകടമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ അങ്ങ് ലോകത്തിന് ഉന്നതി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുമറിയാതെ നിശബ്ദമായി ദൈവത്തിനായി പ്രയത്നിക്കുന്ന ബലഹീനരായ എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, വളരെ നിശബ്ദരായി ദൈവത്തിൻ്റെ മഹത്വം മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം ശുശ്രൂഷകരുണ്ട്. അവരുടെ എളിയ പ്രവർത്തികൾക്ക് ദൈവം വലിയ പ്രതിഫലം നൽകി അവരെ മഹത്വപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിജയത്തിൻ്റെ ദൈവമായ ഈശോയെ, ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ധീരരാക്കിയതിനും ഞങ്ങളുടെ ബലഹീനതകളെ അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുക്കുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇനി ഭയപ്പെടുകയില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങൻ്റെ മഹത്വമാണ് എൻ്റെ അഭിമാനമാണ്. ദൈവത്തിനെ സ്തുതി. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.